ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കേസിലേക്ക് പോകും. ഇവിടെ കാൻഡിലിവറിൽ ഒന്നിലധികം ലോഡുകളുണ്ട്. W1ഉം W2ഉം 2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പ്രൊസീജിയർ സെയിം പോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിഗർ ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ ഫിഗർ, അത് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇതേ ഒരു ഫിഗർ വരച്ചിട്ട് അതിനകത്ത് ലോഡുകൾ വരയ്ക്കുക. W2 അതേപോലെ റിയാക്ഷൻ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ. ദെൻ ദർ വിൽ ബി എ കൗണ്ടർ ബാലൻസിങ് ആയിട്ടുള്ള ഒരു ടോർക്ക് MR ഉണ്ടാവും. RV W1 W2 അല്ലെങ്കിൽ W2 W1 അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ നമുക്ക് അറിയാവുന്ന ലെങ്തുകൾ അത് നോക്കാം. ഇതിൻ്റെ L/2 ആണ്, നേരെ മിഡ് പോയിന്റിലാണ്. മറ്റൊരു ലോഡ് ആക്ട് ചെയ്യുന്നത് L ലെങ്തിലാണ്. ശരി, അടുത്ത സ്റ്റെപ്പിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. നിങ്ങളത് എപ്പോഴും എഴുതി നോക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ഒരു പേപ്പർ, നോട്ടീസ് പേപ്പറിലോ എന്തെങ്കിലും ഒന്ന് എഴുതി നോക്കി പഠിക്കുക. അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് എഴുതാനുള്ളൊരു റിലക്റ്റൻസ് ഉണ്ടാവും, അത് ഒഴിവാക്കുക. സോ അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സിഗ്മ ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് അല്ലേ ഉള്ളൂ. സോ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ ഏതൊക്കെയാണ്, W1 ഡൗൺവേർഡ് ഉണ്ട്, -W1 -W2 താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി റിയാക്ഷനായിട്ട് RV എന്ന് പറയുന്ന റിയാക്ഷൻ കൂടെ ഈ ബീമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് അപ്വേർഡാണ്, അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചെയ്ത്. ഇനി RV ഈസ് ഈക്വൽ ടു -W1 -W2 അപ്പുറത്ത് പോകുമ്പോൾ W1 + W2 കിട്ടും അല്ലേ. ആ കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിക്കാം അല്ലേ. റിയാക്ഷൻ എന്ന് പറയുന്നത് ആരെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പറ്റും, ഇയാളെയും 2 ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ റിയാക്ഷൻ ഉണ്ടാവണം. ശരി, അതിനുശേഷം മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് ഷുഡ് ബി 0. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണ്, അതിന് അബൌട്ടുള്ള മൊമെൻറ്റ് എടുക്കാം. മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് നോക്കാം, W1ഉം W2ഉം ഒരേ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് വിത്ത് ഡിഫറെൻറ്റ് ടോർക്ക് വാല്യൂ. അപ്പോൾ W2 എന്ന് പറയുന്നത് L/2 ദൂരമാണ് ഫ്രം പോയിന്റ് A. അതുകൊണ്ട് ടോർക്ക് എന്ന് പറയുന്നത് W/2 × L/2 പ്ലസ് രണ്ടാമത്തെ ലോഡ് W1 എന്ന് പറയുന്നത് എത്ര ദൂരെയാണ്, L ദൂരെയാണ്. സോ അയാൾ കാരണമുള്ള ടോർക്ക് W1 × L എടുക്കാം. ഓക്കെ, ഇനി റിയാക്ഷൻ ഉണ്ട് പ്ലസ് MR, നമുക്ക് അറിയത്തില്ല ഡയറക്ഷൻ വിചാരിച്ചു, ഈക്വൽ ടു 0. അപ്പോൾ MR ഈക്വൽ ടു ഇവർ രണ്ടുപേരെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ -W2 × L/2 -W1 L1 L വാല്യൂ കിട്ടും അല്ലേ, L വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് എ അപ്പോൾ ക്വസ്റ്റ്യൻ എക്സാമിന് ഇത് ഒരു പക്ഷേ വാല്യൂസ് അറിയാം. W1 ഈക്വൽ ടു 10 Newton, W2 ഈസ് ഈക്വൽ ടു 5 Newton ആൻഡ് L1 അല്ലെ L ഈസ് ഈക്വൽ ടു 5 meter or 2 meter, ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും ഒരു പക്ഷേ തരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, റിയാക്ഷൻസ് ന്യൂമറിക്കൽ വാല്യൂസ് തന്നെ കണ്ടുപിടിക്കാം. ശരി, ഇതാണ് എൻ്റെ